ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മിനിസ് ട്യൂട്ടോറിയൽസ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇൻകം ടാക്സിലെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. ഇവിടെ എംപ്ലോയർ ടേക്കൺ എ ഹൗസ് ഓൺ ലീസ് ഓർ റെൻറ്റ്. അങ്ങനെ വരുമ്പോൾ വാട്ട് ഈസ് ദ കണ്ടീഷൻ? കണ്ടീഷൻ എന്ന് പറയുന്നത് 15% ഓഫ് സാലറി ഓർ ആക്ച്വൽ റെൻറ്റ് വിച്ച് എവർ ഈസ് ലെസ്. നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് പോകാം. ഇങ്ങനെയാണ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫോർ അതർ എംപ്ലോയീസ് if the accommodation is taken on lease or rent. An employer has taken a house on rent at the rate of rupees 15,000 per month. He allotted half the house to Mr. A and the other half to Mr. B for residential purpose. The annual salary of Mr. A is rupees 3 lakhs and of Mr. B is rupees 7 lakhs. Find out the value of rent-free house for Mr. A and Mr. B. ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ പറ്റും an employer has taken a house on rent. അങ്ങനെ വരുമ്പോൾ what is the condition? What is the perquisite value? Perquisite value നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 15% of salary or actual rent whichever is less. 15% of salary or actual rent whichever is less, ഇതാണ് കണ്ടീഷൻ. ഇനി ഇവിടെ നമ്മൾക്ക് എന്താണ് തന്നിരിക്കുന്നത്? ഓൺ എ റെന്റ് അറ്റ് ദ റേറ്റ് ഓഫ് rupees 15,000 പെർ മന്ത്. പെർ മന്ത് 15,000 ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ റെന്റ്? ടോട്ടൽ റെന്റ് ഈക്വൽ ടു 15,000 into 12. We get 1,80,000. ഈ 1,80,000 ആണ് നമ്മൾ മിസ്റ്റർ എക്കും മിസ്റ്റർ ബിക്കുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും റെൻറ്റ് എത്രയാണ് വരുന്നത്? 90,000. റെൻറ്റ് ഫോർ ഹാഫ് ഓഫ് ദി ഹൗസ്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എത്രയാണ് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഫോർ മിസ്റ്റർ എ. മിസ്റ്റർ എ റെൻറ്റ് ഹിയർ മീൻസ് റെൻറ്റ് ഹാഫ് ഓഫ് ദ ഹൗസ് എന്ന് പറയുമ്പോൾ റെൻറ്റ് ഫോർ എ equal to 90,000. Then next point എന്ന് പറയുന്നത് 15% ഓഫ് സാലറി whichever is less ആണ്. അപ്പോൾ 15% ഓഫ് സാലറി, 15% ഓഫ് സാലറി ഹിയർ മീൻസ് എയുടെ സാലറി ഈസ് 3 lakhs. 3 lakhs into 15/100 we get a 45,000. Then you make a comparison between 90,000 and then 45,000 whichever is less. അപ്പോൾ Mr. A, the value of rent free accommodation is the value of rent free accommodation is 90,000 or 45,000 whichever is less. 90,000 or 45,000 whichever is less. whichever is less. അങ്ങനെ വരുമ്പോൾ എയുടെ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45,000 ആണ്. ഇനി in the case of Mr. B, rent for half of the house. Rent for half of the house of Mr. B, 90,000. Then 15% of salary. 15% of salary
Salary of Mr. B is 7 lakhs. 7 lakhs into 15 by 100. We get 1,05,000. Then the value of rent-free accommodation. The value of rent-free accommodation is 90,000 or 1,05,000, whichever is less. About what is the rent-free accommodation for Mr. B is 90,000. ഇങ്ങനെയാണ് rent free accommodation for other employees. If the accommodation is taken on lease, if the employer take a house on rent or lease, അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? 15% of salary or actual rent, whichever is less. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്തത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ വീഡിയോസ് കാണുന്ന ഓരോ സ്റ്റുഡൻസും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.